പച്ചക്കറി തീർന്നു പോയാൽ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞാൽ ഒരു കുന്ന് മേടിച്ചിട്ട് വരും താനും. അങ്ങനെ ഞാനതെല്ലാം ഒതുക്കി പെറുക്കി വെക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. പപ്പയും മക്കളും കുറേ നേരം വാ പുറത്ത് പോകാൻ നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് മേടിക്കും. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ 3 പേരും കൂടി പോയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലൈറ്റൊന്നും ഇട്ടില്ല, കാരണം ഇത്രയും പണി കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഒരു നേരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ട്യൂഷനെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വയ്യ ഇനി ചെയ്യാനായിട്ടെന്ന് പറഞ്ഞ് ഞാനത് അവിടെ ഇട്ടു കേട്ടോ. അപ്പോൾ പപ്പയും മക്കളും കൂടി ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റൊക്കെ മേടിക്കാൻ പോവുകയാണ്. എവിടെയൊക്കെ കൊടുക്കണം? സ്കൂളിൽ കൊടുക്കണം, ട്യൂഷൻ ക്ലാസ്സിൽ കൊടുക്കണം, അതേപോലെ തന്നെ കാറ്റഗറിസം ക്ലാസ്സിൽ കൊടുക്കണം, സ്കൂളിൽ വരണ ബസ്സിൽ കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഉപയോഗമുള്ള സാധനങ്ങൾ മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വിട്ടേക്കാം കേട്ടോ. അപ്പോൾ അവർ പോകുന്ന വഴി അവർ സാവിയോനെ കണ്ടു. അത് ഞാൻ ട്യൂഷൻ എടുക്കണ മോനാണ് കേട്ടോ. പോകുന്ന വഴി കരോളുകാരെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കുട്ടികളെ? നിങ്ങൾക്ക് സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ എടുത്തോ? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മേടിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റ് കത്തിച്ചൊക്കെ നോക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ കാറ്റഗറിസം ക്ലാസ്സിലേക്കും അവിടെ ഇവിടേക്കൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളും ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ അടുക്കുക സെലിബ്രേഷനൊക്കെ എവിടം വരെ ആയിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്തോളൂ.